എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 13/7/2025 ഗുരുവായൂർ ദേവസ്ഥത്തിലേക്ക് നടന്ന LDC പരീക്ഷയിലെ ആനുകാലികം, സ്പെഷ്യൽ ടോപ്പിക്സ് എന്നിവയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ആദ്യത്തെ ചോദ്യമാണ്: ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? ഉത്തരം: രാജ്നാഥ് സിംഗ്. 2019 മെയ് മുതൽ രാജ്നാഥ് സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ധനമന്ത്രിയാണ്. നിതിൻ ഗഡ്കരിയാണ് ഇന്ത്യയുടെ ഗതാഗത മന്ത്രി. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏത്? ഉത്തരം: കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത് കോഴിക്കോടിനാണ്. യുനെസ്കോയുടെ സംഗീത നഗരം എന്ന പദവി ഗ്വാളിയോറിനാണ്. അടുത്ത ചോദ്യം: ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നതെന്ന്? ഉത്തരം: ജനുവരി 16. 2022 മുതലാണ് ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത്. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സ്ഥാപക ദിനമാണ് ജനുവരി 16. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം? ഉത്തരം: കേരളം. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ആർദ്രം മിഷന്റെ 10 പ്രധാന വിഷയങ്ങളിലൊന്നാണ് പാലിയേറ്റീവ് കെയർ. ഇതിന്റെ ഭാഗമായി സമഗ്ര പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കി വരുന്നു. സംസ്ഥാനത്തെ കിടപ്പ് രോഗികളായ എല്ലാവർക്കും കൃത്യമായ പരിചരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതി. സാന്ത്വനം പരിചരണം ഏകോപിപ്പിക്കുന്നതിന് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ശൃംഖലയാണ് കേരള കെയർ പാലിയേറ്റീവ് ഗ്രിഡ്. അടുത്ത ചോദ്യം: കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ? ഉത്തരം: കൈരളി. കാർഷിക മേഖല ഉൽപാദനക്ഷമത കൂട്ടുകയാണ് കൈരളി AI പ്രോസസ്സറിന്റെ ഉദ്ദേശം. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഇത് നിർമ്മിച്ചത്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം: കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല? ഉത്തരം: ആലപ്പുഴ. ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് സർവീസ് ആരംഭിച്ചത്. ദേശീയ ആരോഗ്യ ദൗത്യം, സംസ്ഥാന ജലഗതാഗത വകുപ്പ് എന്നിവയുടെ സംയുക്ത സംരംഭമാണിത്. അടുത്ത ചോദ്യം: കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം: ഇൻസ്റ്റാഗ്രാം. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന ആംബർ അലേർട്ടുകൾ ഉപയോഗിച്ചുള്ള അലേർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്തത് ഇൻസ്റ്റാഗ്രാമാണ്. 2015 അമേരിക്കയിൽ ഫേസ്ബുക്ക് വഴിയാണ് ഇത് ആദ്യം നടപ്പിലാക്കിയത്. 2022 ഈ ഫീച്ചർ ഇൻസ്റ്റഗ്രാം വഴി മറ്റു രാജ്യങ്ങളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം: റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഉത്തരം: എം-റൂബ്. അടുത്ത ചോദ്യം: 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം? ഉത്തരം: വിഴിഞ്ഞം. അടുത്ത ചോദ്യം: ലോക ബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 നിയമിതനായ ഇന്ത്യക്കാരൻ? ഉത്തരം: രാകേഷ് മോഹൻ. ലോകബാങ്ക് ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക ഉപദേശക പാനൽ അംഗമായ മുൻ RBI ഡെപ്യൂട്ടി ഗവർണറാണ് രാകേഷ് മോഹൻ. ലോകബാങ്ക് പ്രസിഡന്റാണ് അജയ് ബംഗ. ലോകബാങ്ക് CFO ആണ് അൻഷുള കാന്ത്. അടുത്ത ചോദ്യം: റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്ക്, പ്രായമായവർക്കും വീൽ ചെയറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി? ഉത്തരം: യാത്രി മിത്ര സേവ. അടുത്ത ചോദ്യം: ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര്? ഉത്തരം: ഗഗൻയാൻ. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ഗഗൻയാൻ ദൗത്യത്തിനായുള്ള ബഹിരാകാശ സഞ്ചാരികളാണ് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവർ. ശുഭാൻശു ശുക്ല എക്സിയോം മിഷനിലൂടെ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി. അടുത്ത ചോദ്യം: 2023 വയലാർ അവാർഡ് നേടിയ കൃതി? ഉത്തരം: ജീവിതം ഒരു പെൻഡുലം. 2023 നൽകിയ 47ാമത് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം. 2024 വയലാർ പുരസ്കാരം എഴുത്തുകാരൻ അശോകൻ ചെരുവിലിനാണ് ലഭിച്ചത്. കാട്ടൂർ കടവ് എന്ന നോവലിലാണ് പുരസ്കാരം. ഇനി ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യ ചോദ്യം: 12 വർഷത്തിലൊരിക്കൽ തിരുനാവായയിൽ വെച്ച് നടന്നിരുന്ന ഉത്സവം? ഉത്തരം: മാമാങ്കം.
ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കോത്സവം ആഘോഷിച്ചിരുന്നത്. വള്ളുവക്കോനാതിരുടെ ചാവേർ പോരാളികൾ സാമൂതിരി പടയോട് ഏറ്റുമുട്ടി വീരചരമം പ്രാപിക്കുന്നത് മാമാങ്കോത്സവത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അടുത്ത ചോദ്യം, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മുഖമാസിക. ഉത്തരം ക്ഷേത്ര ദർശനം. മധ്യ കേരളത്തിൽ എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ എന്നീ ജില്ലകളിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മേൽനോട്ടത്തിനായി കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു ട്രസ്റ്റാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ്. 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു മതസ്ഥാപന നിയമത്തിലെ 15-ാം ആക്ട് പ്രകാരമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. തൃശ്ശൂരാണ് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം. കെ രവീന്ദ്രനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് ക്ഷേത്ര ദർശനം. അതിൽ ക്ഷേത്രങ്ങൾ, ആചാരങ്ങൾ, പുരാണം, സമകാലിക ചിന്തകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കും. അടുത്ത ചോദ്യം, കേരളത്തിലെ വാമന ക്ഷേത്രം. ഉത്തരം തൃക്കാക്കര. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത്. ഉത്തരം ഗുരുവായൂർ. തൃശ്ശൂരിലെ ഗുരുവായൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഇടമെന്ന നിലയിലാണ് ഇവിടെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ഇത് ദക്ഷിണ ദ്വാരക എന്നും ഉടുപ്പി ശ്രീകൃഷ്ണ മഠം എന്നും ദക്ഷിണ മധുര, ഭൂലോക വൈകുണ്ഠം പോലുള്ള നിരവധി പര്യായ പദങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട്. പാതാള അഞ്ജനം എന്ന പ്രത്യേക കല്ലുകൊണ്ടാണ് ഗുരുവായൂരിലെ കൃഷ്ണ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇതിഹാസം നാരദ പുരാണത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു പുണ്യ തീർത്ഥക്കുളമാണ് രുദ്ര തീർത്ഥം. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്? ഉത്തരം ഇരിങ്ങാലക്കുട. പ്രശസ്തനായ കവി, ആട്ടക്കഥാകൃത്ത് എന്നിങ്ങനെ തിളങ്ങിയ വ്യക്തിയാണ് ഉണ്ണായി വാര്യർ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ജനനം. ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടെഴുതിയ രാമപഞ്ചശതി, ഗിരിജാ കല്യാണം, ഗീതാപ്രബന്ധം, നളചരിതം ആട്ടക്കഥ എന്നിവയാണ് വാര്യരുടെ കൃതികൾ. ഉണ്ണായി വാര്യരുടെ സ്മരണാർത്ഥം ഇരിങ്ങാലക്കുടയിൽ 1955 ഡിസംബർ 7-നാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ആരംഭിച്ചത്. കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ്സ്. ഉത്തരം രേവതി പട്ടത്താനം. അടുത്ത ചോദ്യം, മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം. ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, കഥകളുടെ ഉപജ്ഞാതാവായി കരുതുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം. ഉത്തരം 1949. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലിടം നേടിയ ക്ഷേത്ര കലാരൂപം. ഉത്തരം കൂടിയാട്ടം. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത്. ഉത്തരം ചിങ്ങം 1. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്. ഉത്തരം ശക്തൻ തമ്പുരാൻ. ജ്ഞാനപ്പാനയുടെ കർത്താവ്. ഉത്തരം പൂന്താനം. അടുത്ത ചോദ്യം, ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ചെമ്പരത്തി. വലുപ്പത്തിൽ ചെറുതും ഗുണത്തിൽ വലുതുമായ 10 ചെടികളാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. ദശപുഷ്പങ്ങൾ ചൂടുന്നതും വീട്ടുമുറ്റത്ത് നട്ടുവളർത്തി പരിപാലിക്കുന്നതും ഐശ്വര്യമാണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് സ്ത്രീകൾ പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങുണ്ട്. ഇവിടെയും ദശപുഷ്പങ്ങളാണ് ചൂടുക. ദശപുഷ്പങ്ങളിൽ കറുക ഒഴികെ ബാക്കി 9 ചെടികളും പുഷ്പിക്കുന്നവയാണ്. ഇവയിൽ ഓരോന്നിനും ഓരോ ദേവതയുമായി ബന്ധം പറയുന്നുണ്ട്. ദശപുഷ്പങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത് കറുക. കറുകയുടെ ദേവത ആദിത്യനാണ് അല്ലെങ്കിൽ ബ്രഹ്മാവാണെന്ന് പറയുന്നുണ്ട്. ഇത് ഗണപതി ഹോമത്തിനും മറ്റു ഹോമങ്ങൾക്കും കറുക ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ചെറുള. ഇതിൻ്റെ ദേവത യമധർമ്മനാണ്. ബലികർമ്മങ്ങൾക്ക് പ്രധാനമാണ് ഈ പുഷ്പം. അടുത്തത് വിഷ്ണുകാന്തി അല്ലെങ്കിൽ കൃഷ്ണക്രാന്തി. ഇത് ദേവത വിഷ്ണുവാണ്. അടുത്തത് പൂവാങ്കുരുനിരയാണ്. ഇതിൻ്റെ ദേവത ശ്രീ പാർവതിയാണ്. അടുത്തത് മുയൽ ചെവിയൻ. ഇതിൻ്റെ ദേവത ശിവനാണ്. മുക്കുറ്റി. മുക്കുറ്റിയുടെ ദേവത പാർവതി എന്നും ഭദ്രകാളി എന്നും 2 പക്ഷമുണ്ട്. അടുത്തത് കയ്യുണ്ണി. കയ്യുണ്ണി അഥവാ കയ്യോന്നിയുടെ ദേവത പഞ്ചഭണ്ഡാരി അല്ലെങ്കിൽ വരുണനാണ്. അടുത്തത് നിലപ്പന. നിലപ്പനയുടെ ദേവത ഭൂമി ദേവിയാണ്. കാമദേവനാണെന്നും മറ്റൊരു പക്ഷമുണ്ട്. ഉഴിഞ്ഞ അല്ലെങ്കിൽ ഇന്ദ്രവല്ലി. ഇതിൻ്റെ ദേവത ഇന്ദ്രാണിയാണ്. ഇന്ദ്രനെന്നും പറയുന്നുണ്ട്. തിരുതാളിയാണ് അടുത്തത്. തിരുതാളിയുടെ ദേവത ഇന്ദിരാദേവിയാണ്. ഉണ്ണികൃഷ്ണനെന്നും ഒരു പക്ഷമുണ്ട്. അടുത്ത ചോദ്യം, ഐതിഹ്യമാലയുടെ രചയിതാവ്. ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി.
കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെല്ലാം സമ്പാദിച്ചു ചേർത്ത് 8 ഭാഗങ്ങളിലായി 25 വർഷങ്ങൾക്കിടെ, അതായത് 1909 മുതൽ 1934 വരെയുള്ള കാലഘട്ടത്തിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ബൃഹത് ഗ്രന്ഥമാണ് ഐതിഹ്യമാല. അടുത്ത ചോദ്യം, അന്യോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം. ഉത്തരം കടവല്ലൂർ. കേരളത്തിൽ വേദബ്രാഹ്മണന്മാരുടെ മത്സര പരീക്ഷയാണ് കടവല്ലൂർ അന്യോന്യം. ഇതൊരു വേദോച്ചാരണ അല്ലെങ്കിൽ വേദപാരായണ മത്സരമാണ്. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെയും തിരുനാവായ ബ്രഹ്മസ്വം മഠത്തിലെയും നമ്പൂതിരിമാർ പങ്കെടുക്കുന്ന ഈ മത്സരം പണ്ടുകാലത്ത് സാമൂതിരി രാജാവിൻ്റെയും കൊച്ചി രാജാവിൻ്റെയും പണ്ഡിതന്മാർ തമ്മിലുള്ള മത്സരമായി മാറിയിരുന്നു. കടവല്ലൂരിലെ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അന്യോന്യം പരീക്ഷയുടെ വേദി. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനും തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനും ഇടയ്ക്കാണ് ഈ ക്ഷേത്രം. കാവുതീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ ഭരണി. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വാർഷിക ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം കുംഭത്തിലെ ഭരണി നക്ഷത്രത്തോടെ ആരംഭിച്ച് മീനത്തിലെ ഭരണി നക്ഷത്രത്തിന് ശേഷം 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ പാരമ്പര്യങ്ങളുടെ ഒരു പ്രധാന ഘടകമായ കോഴികളെ ബലിയർപ്പിക്കുകയും അവയുടെ രക്തം ചൊരിയുകയും ചെയ്യുന്ന ഒരു ആചാരമാണ് കോഴിക്കല്ല് മൂടൽ. ഇതോടെയാണ് ഉത്സവങ്ങൾ ആരംഭിക്കുന്നത്. ഭരണി നക്ഷത്ര ചിഹ്നത്തിന് തലേ ദിവസം നടക്കുന്ന അശ്വതി കാവുതീണ്ടലാണ് ഭരണി ഉത്സവത്തിൻ്റെ പ്രത്യേകത. ഭദ്രകാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. ചക്കയുടെ തടിയിൽ കൊത്തിയെടുത്ത ഭദ്രകാളിയുടെ വിഗ്രഹത്തിന് 8 കൈകളുണ്ട്. അടുത്ത ചോദ്യം, കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത്. ഉത്തരം സാമൂതിരി മാനവേദൻ. അടുത്തത്, പാടകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം. ഉത്തരം ചാക്യാർ കൂത്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷനിലില്ല. നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്താണ്. 13/7/2025 ഗുരുവായൂർ ദേവസ്ഥയിൽ നടന്ന LDC പരീക്ഷയിലെ ആനുകാലികം, സ്പെഷ്യൽ ടോപ്പിക്സ് എന്നിവയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.